സ്വർഗം ഭൂമിയെ സ്പർശിച്ച രാത്രിയാണ് നാം ക്രിസ്തുമസായി ആഘോഷിക്കുന്നത്. ക്രിസ്തുമസിന് നാം ഒരുക്കുന്ന പ്രതീകങ്ങളിൽ ഏറ്റവും ശക്തമത്തായ ഒന്നാണ് പുൽക്കൂട്. ഈ പുൽക്കൂട് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പുൽക്കൂട്ടിൽ നാം വയ്ക്കുന്ന ഓരോ രൂപവും ഓരോ നിശബ്ദമായ സന്ദേശവും നമുക്ക് നൽകുന്നു. ദൈവം ജനിച്ചത് കൊട്ടാരത്തിലല്ല, ആർഭാടങ്ങളും ആരവങ്ങളും ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിലാണെന്ന് പുൽക്കൂട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുൽക്കൂട്ടിലെ പരിശുദ്ധ കന്യകാമറിയം. ദൈവ പദ്ധതികൾക്ക് മുന്നിൽ അനുസരണയുള്ളവരായിരിക്കാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചാരെ നിൽക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവ് നിശബ്ദനായി എന്നാൽ വളരെയധികം ശക്തനായി യൗസേപ്പിതാവ് നിലകൊള്ളുകയാണ്. യൗസേപ്പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ മുന്നിൽ വിശ്വസ്തനായിരിക്കുക, നമ്മെ ഭരമേൽപ്പിച്ചവരെ ദൈവത്തിന്റെ മുന്നിൽ വിശ്വസ്തയോടെ പരിപാലിക്കുക എന്നിങ്ങനെയാണ്. ഇടയന്മാർ. ഹൃദയത്തിൽ എളിമ സൂക്ഷിക്കുന്നവർക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുമെന്ന് ഇടയന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇടയന്മാർക്കൊപ്പമുള്ള മൃഗങ്ങൾ. ദൈവരക്ഷകന്റെ ജനനത്തിൽ സർവചരാചരങ്ങളും സന്തോഷിക്കുന്നുവെന്ന് ഈ മൃഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാലാഖമാർ. അവർ ദൈവഗീതം പാടുകയാണ്, ദൈവത്തിന് സ്തുതി പാടുകയാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് സ്തുതി പാടാനും സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കാനും ഈ മാലാഖമാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ വാൽനക്ഷത്രം. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ യാത്രകൾ ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരിക്കണമെന്ന്, ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ വാൽനക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ക്രിസ്തുമസിന് നമ്മുടെ ഹൃദയത്തെ ഒരു കൊച്ചു പുൽക്കൂടാക്കി മാറ്റാം. ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തിന്റെ മുന്നിൽ അനുസരണയോടെ വ്യാപരിക്കുന്ന, കൂടെയുള്ളവരെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, സംരക്ഷിക്കുന്ന, എളിമയുള്ള, കൃതജ്ഞതയുള്ള ഒരു ഹൃദയമാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ നമുക്ക് മാറ്റാം. ഒരു കൊച്ചു പുൽക്കൂടായി നമ്മുടെ ഹൃദയത്തെ നമുക്കൊരുക്കാം.